അപ്പോൾ തന്നെ ഏലിശയോട് നമുക്ക് ചോദിക്കാം, കുഞ്ഞെ എന്തിനാ നിനക്ക് ഇരട്ടി ആത്മാവിൻ്റെ ശക്തി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഒരു സഭയിലെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ ദൈവദാസനെ പുതിയ കൃപ കൊണ്ട് ഉള്ളത് തന്നെ കൊണ്ടു നടക്കാനുള്ള പാട് നമുക്കറിയാം അല്ലേ? അപ്പം അതുപോലെ തന്നെ ഏത് മീറ്റിങ്ങിന് എന്നിരുന്നാലും കർത്താവ് ഇന്ന് പകൽ പുതിയൊരു ദൂത് തൻ്റെ ദാസനിൽ കൂടെ ഇന്ന് പ്രസംഗിക്കേണ്ടാത്ത, ഇന്ന് വരെ പറയാത്തൊരു വാക്ക്, ഇന്ന് വരെ കേൾക്കാത്ത ഒരു ദൂത്, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ആകെ ഒരു പരുവത്തിലാക്കും. പിന്നെ പേടിപ്പിക്കും. ക്രൂശിൻ്റെ മറവി നിർത്തിക്കോണം, ഈ പുള്ളി പുറത്തെങ്ങും വരല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെ ഒരു പരുവത്തിന് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഏലിശായോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? അവൻ പറയുന്നത്, എനിക്ക് ഇരട്ടി ആത്മാവിൻ്റെ പങ്ക് വേണം. അപ്പോൾ ഏലിശായോട് നമുക്ക് ചോദിക്കാം, നിനക്കെന്തിനാ ഇരട്ടി ആത്മാവിൻ്റെ പങ്ക്? ഏലിയാവിനെ പോലെ നിനക്ക് രാജകീയ തുരകങ്ങളുടെ മുമ്പിൽ ശരവേഗത്തിൽ ഓടുന്ന ശുശ്രൂഷ പോരെ? ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ച് തീയിറക്കുന്ന, ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കുന്ന, ഏലിയാവിനെ പോലെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, ഏലിയാവിനെ പോലെ എണ്ണയും മാവും വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷയൊക്കെ പോരെ? ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു അംശം പോലും ഇല്ലാഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം കൊട്ടി ഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എവിടെ ഒന്ന് സ്നാനപ്പെട്ടാൽ പിന്നെ നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടേ ഉള്ളൂ. പണ്ട് ഒരു കാര്യം ചെയ്ത് 1000 രൂപ കൊടുത്താൽ ആരും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ 1 രൂപ കൊടുത്താൽ 1000 പേരെ അറിയിച്ചിട്ടേ നമുക്ക് സമാധാനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്താ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഏലിശായ്ക്ക് അറിയാമായിരുന്നു, ഞാൻ ജീവിക്കുന്ന കാലഘട്ടം ഏലിയാവ് ജീവിക്കുന്ന കാലഘട്ടമല്ല. എൻ്റെ പിതാക്കന്മാർ അനുഭവിച്ച വെല്ലുവിളിയല്ല ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളിയല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. കാലഘട്ടത്തിനൊപ്പം ജീവിക്കണമെങ്കിൽ അതിനൊപ്പമുള്ള ദൈവകൃപയുടെ അളവ് വേണം. ഏലിശായ്ക്കറിയാം, ഏലിയാവിൻ്റെ കാലഘട്ടമല്ല. ഏലിയാവിനൊരു ഇസബേലിനെയോ ഏലിയാവിനൊരു ആഹാബിനെയോ ഭയപ്പെട്ടാൽ മതി. പക്ഷേ ഏലിശായുടെ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമായതുകൊണ്ട് ഞാനും നിങ്ങളും വന്നു കയറിയിരിക്കുന്ന പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസം തന്നെ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ശുശ്രൂഷ വെല്ലുവിളികൾ, കുടുംബ ജീവിതത്തിലെ വെല്ലുവിളികൾ, തലമുറകളുടെ ബന്ധത്തിൽ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഉപദേശ വിഷയത്തിൽ ഒക്കെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ നമുക്കും വേണം ആത്മാവിൻ്റെ ഒരു ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിനുള്ള കൊതിയുണ്ട്? ഈ കാലഘട്ടത്തെ വിവേചിച്ച് അതിനൊത്തവണ്ണം ജീവിക്കുവാനും ശുശ്രൂഷിപ്പാനും ഈ കാലഘട്ടത്തിൽ ദൈവകൃപ ചോർന്നു പോകാതെ ആത്മാവിൻ്റെ ഐക്യതയോടെ മുന്നേറുവാനും എനിക്കിന്ന് രാവിലെ വേണം. പെയ്തിറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ നിറവെന്ന് കൊതിക്കുന്നവർക്ക് വേണ്ടി പന്തലിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വലുപ്പത്തിനായി എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. അതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഏലിയാവിൻ്റെ കാലഘട്ടത്തെയും ഏലിശായുടെ കാലഘട്ടത്തിലെയും ചില സംഭവങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന പദമായതുകൊണ്ട് വളരെ കുറച്ചാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നെങ്കിലും ഇന്നലത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർമാനമായി ഇത് പ്രസംഗിക്കുവാൻ എനിക്ക് നിയോഗമുള്ളത് കൊണ്ട് അങ്ങനെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വളരെ പരിചയമുള്ളത്, വാക്യം ഒന്നും വായിക്കണ്ട. ഏലിയാവിൻ്റെ കാലഘട്ടം എന്താണ്, ഏലിശായുടെ കാലഘട്ടം എന്താണ്? അറിയാവുന്ന സംഭവങ്ങളാണ്. ഏലിയാവിൻ്റെ കാലഘട്ടം മഴയില്ലാത്ത കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഒരു മഴ പെയ്താൽ ആ പ്രശ്നം അങ്ങ് തീർന്നു. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടം ഉടുതുണിക്ക് എന്തില്ല, മറുതുണിയില്ല. ഇപ്പം അല്ലല്ല ഈ തുണി എല്ലാം കൂടെ എന്തു ചെയ്യണം എന്നുള്ള കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ മാറി. അല്ലല്ല നടന്നു പോകുന്ന പ്രശ്നമൊക്കെ മാറി. വാഹന സൗകര്യങ്ങളായി, ഭക്ഷണകാര്യങ്ങൾ എല്ലാം നമുക്കൊന്നിനും എന്തില്ല, ഒരു കുറവില്ല. ആത്മീയത്തിനൊഴിച്ച് ബാക്കി ഒന്നിനും ഒരു കുറവുമില്ല. ദൈവം ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അല്ലല്ല യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലല്ല ഇത് പറയാൻ നമുക്കൊരു മുട്ടുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ ഏലിയാവിൻ്റെ കാലഘട്ടം മഴയില്ലാത്ത കാലഘട്ടമാണ്. ഒരു മഴ പെയ്താൽ ഈ പ്രശ്നം അങ്ങ് തീരും. പക്ഷെ ഏലിശയുടെ കാലഘട്ടം അതല്ല. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എന്തിനാ വേണ്ടത്? ഏലിശയുടെ കാലഘട്ടം 2 രാജ 2-ാം അധ്യായം 19-ാം വാക്യം, 2 രാജ 4-ാം അധ്യായം 38 മുതൽ വായിക്കുമ്പോൾ 2 സംഭവങ്ങൾ കാണുന്നുണ്ട്. കുടിക്കാൻ വെള്ളമുണ്ടെങ്കിലും വായിൽ വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 2 അല്ലല്ലേ, കഴിക്കാൻ ആഹാരം കലത്തിൽ ഗിൽഗാലിൽ വെച്ച് തിളയ്ക്കുമ്പോഴും അത് കഴിക്കാൻ കഴിയുന്നില്ല. കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഈ ആഹാരത്തിലും മരണം വ്യാപരിക്കുന്നത് കൊണ്ട് അതിനെ അതിജീവിക്കണമെങ്കിൽ എനിക്ക് ആത്മാവിന് ഇരട്ടി പങ്ക് വേണം. ഇവിടെ പണമില്ലാത്തതല്ല പ്രശ്നം.
ഇവിടെ വെള്ളമില്ലാത്തതല്ല പ്രശ്നം, ഇവിടെ പ്രസംഗമില്ലാത്തതല്ല പ്രശ്നം, ഇവിടെ പ്രവചനമില്ലാത്തതല്ല പ്രശ്നം. ഇതുള്ളപ്പോൾ തന്നെ ഇതിനകത്ത് മായം കലർന്നിരിക്കുന്നു, ഇതിനകത്ത് മരണം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ മരണത്തെ തുടച്ചു മാറ്റുവാൻ, ഈ വ്യാധിയെ തുടച്ചു മാറ്റുവാൻ ഭക്തന്മാർക്ക് വേണം ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. പ്രൈസ് ദി ലോർഡ്. നല്ല ഞാൻ ഓർപ്പിച്ച പോലെ ഗിൽഗാലിലെ ഉറവയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ജനം, അവർ പറയുക പട്ടണത്തിന്റെ ഇരിപ്പെന്താ മനോഹരം, എന്തു നല്ല പന്തല്, എന്തു നല്ല ഹല്ലേലൂയ അലങ്കാരങ്ങള്, എന്തു നല്ല ഹല്ലേലൂയ കെട്ടിടങ്ങള്, എന്തു നല്ല സംവിധാനങ്ങൾ, സംഘടനാ സംവിധാനങ്ങൾ, സഭാ കെട്ടുറപ്പുകൾ, ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷേ പുറത്തോട്ട് വരുന്ന വെള്ളം മലിനജലമാണ്, പുറത്തോട്ട് വരുന്ന വെള്ളം മലിനജലമാണ്. കാരണം അതിൻ്റെ ദോഷം എന്താ? ഗർഭനാശം. ഒരു പുതിയ തലമുറ ജനിക്കുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കൈയും കാലും വളരാൻ നോക്കിയിരിക്കുന്നു സ്നാനപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ. എത്ര നാളായി ഒരു പുതിയ ആത്മാവിനെ സ്നാനപ്പെടുത്തിയിട്ട്. ഞാൻ ഉൾപ്പെടുന്ന ആത്മീയ സമൂഹത്തോട്, പെന്തക്കോസ്ത് സമൂഹത്തോട്, IPC പ്രസ്ഥാനത്തോട് എന്നോട് ലജ്ജയോടെ ചോദിക്കുന്നു, എത്ര നാളായി? ഒരു 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് നമ്മുടെ സഭകളിൽ നടന്ന ആത്മപ്രവൃത്തി നടന്നിട്ട് എന്താ ഗർഭനാശം, ആത്മീയ ഗർഭനാശം. പത്യ ഉറവകൾ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നില്ല. ഉമ്മരത്തിന്റെ പടിവാതികളിൽ നിന്ന് ചലിക്കുന്ന പ്രാണികളെ ഉളവാക്കുന്ന ചലനത്തിന്റെ പ്രവാഹം ഒഴുകിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ചെന്നടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കേരളത്തിൽ ആത്മീയ പ്രവർത്തനമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പുതിയ ആത്മാക്കളുടെ ഒഴുക്ക് മാത്രം ഇല്ലാത്തത് ഉറവ പഥ്യമല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി കയ്പിന്റെ ഉറവകളെ ശുദ്ധീകരിക്കണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഉറവിന്റെ വക്കിൽ നിന്നുകൊണ്ട് ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, എനിക്കിവിടെ ഹല്ലേലൂയ 6 ദിവസത്തെ കൺവേർഷൻ ഒന്നും വേണ്ട, എനിക്കിവിടെ ഹല്ലേലൂയ വലിയ ക്രൂസൈഡൊന്നും നടത്തണ്ട, ഒരു പിടി ഉപ്പ് ആരെങ്കിലും കൊണ്ടുപോവാ. ഒരു പിടി ഉപ്പ് ആരെങ്കിലും കൊണ്ടുവരാമെങ്കിൽ അത് ഒരു പുതിയ തളികയ്ക്കകത്ത് 2023 പഴക്കമില്ലാത്ത, 63 വർഷത്തിന്റെ ചരിത്രമില്ലാത്ത ഒരു പുത്തൻ പാത്രമായി ഇന്ന് രാവിലെ പുറത്തു വന്ന് ഈ ലോകത്തിന്റെ ഉപ്പായി നീ ഒന്ന് ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, ഇന്നലെ വരെ പഥ്യമല്ലാത്ത, ഇന്നലെ വരെ ഗർഭനാശം വിളിച്ചു പറഞ്ഞ, ഇന്നലെ വരെ അല്ലെങ്കിൽ കയ്പിച്ച, ഇന്നലെ വരെ തകർത്തു കളഞ്ഞ ചില ഉറവകൾ ആത്മാവിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് കാണുവാൻ ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക് എന്റെ ജനത്തിന്റെ മേൽ പെയ്തിറങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. എത്ര പേർക്ക് കൊതിയുണ്ട് ഒരു പുതിയ തളികയായി? ഇന്ന് വരെ തേലിയ ഉള്ളതെല്ലാം തേച്ചു മിനുക്കി, ഇന്നലത്തെ കയ്പും, ഇന്നലത്തെ വിദ്വേഷവും, ഇന്നലത്തെ പകയും, ഇന്നലത്തെ പിണക്കവും, ഇന്നലത്തെ ജാരശങ്കയും, ഇന്നലത്തെ ദ്വന്ദ്വപക്ഷവും ഒക്കെ ഒന്ന് തേച്ചു മിനുക്കിയിട്ട് ഒരു പുത്തൻ പാത്രമായി യേശു പറഞ്ഞ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ കയ്പിന്റെ ഉറവയിലേക്കൊന്ന് ചെന്ന് കയറി ആത്മാവിന്റെ ശക്തി ജ്വലിപ്പിക്കുവാൻ എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും, എനിക്ക് വേണം ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ഗിൽഗാലിലെ ഭക്ഷ്യക്ഷാമം മാറ്റാൻ വേണ്ടി ശിഷ്യന്മാർ കണ്ടുപിടിച്ചതാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം കൂടെ വയലിലേക്ക് ഇറങ്ങിയിട്ട് ചീര പറിക്കാൻ പോകാം, ഒരു വെജിറ്റബിൾ സൂപ്പെങ്കിലും അത്രയെങ്കിലും ആകട്ടെ. ഏലീശ പറഞ്ഞു വലിയ കലം വെച്ചോളം പറഞ്ഞു. വലിയ കലം വെച്ചോണ്ടിരിക്കുകയാണ്. ഇത് വെന്തു വന്നപ്പോഴാണ് ഒരുത്തൻ രുചി നോക്കിയപ്പോൾ പറഞ്ഞു ഇപ്പൊ ചത്തുപോകുന്നു പറഞ്ഞു. എത്ര സ്ഥലം തീ കത്തിച്ചോ, തീ കത്തിച്ചു. ഉണർവുണ്ടോ, ഉണർവുണ്ട്. കാറ്റുണ്ടോ, കാറ്റുണ്ട്. എല്ലാം ഉണ്ട്. കലമുണ്ടോ, കലമുണ്ട്. കലത്തിൽ വെള്ളമുണ്ട്. കലത്തിനകത്ത് സാധനമുണ്ട്. പക്ഷെ മാവ് മാത്രമില്ല. ഹല്ലേലൂയ. അവിടെ എന്താ വിളിച്ചു പറഞ്ഞത്? കലത്തിൽ മരണം, കലത്തിൽ മരണം. ഇത് ഏലിയാവിന്റെ കാലമല്ല, സഭയ്ക്കകത്ത് മരണം. ദുരുപദേശത്തിന്റെ വിത്തുകൾ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഒരുത്തൻ പറിച്ചിട്ട കയ്പ് ചീരയാണ് സഭയിൽ ആകമാനം കലഹമുണ്ടാക്കുന്നത്. ഒരുത്തൻ പറിച്ചിട്ട ഹല്ലേലൂയ 100 പേരിൽ ഒരുത്തൻ പറിച്ചിട്ടാ മതിയെന്ന്. ഒരു ഹല്ലേലൂയ ദുരുപദേശത്തിന്റെ ഒരു വിത്ത് ഈ തലമുറയ്ക്കിടയിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് പടർന്നു കയറും. അതുകൊണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ ദുരുപദേശത്തിന്റെ ഹല്ലേലൂയ വിത്തുകളെ സഭയിൽ ആത്മീയ മരണം കൊണ്ടുവരുന്ന, പ്രൈസ് ദി ലോർഡ്, സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന, ദൈവവചനത്തിന്റെ അടിത്തറ ഇളക്കുവാൻ പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന പേച്ചൂരകളെ ഇന്ന് പകൽക്കാലം നിർവീര്യമാക്കുന്ന വചനത്തിന്റെ വെളിപ്പാടും അതിന്റെ ശക്തിയും തന്റെ ദാസന്മാരുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് ഒരു പിടി മാവ്. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചെന്റെ ഹല്ലേലൂയ കണ്ണ് നിറഞ്ഞു പോയി. 2 രാജ 4:38 മുതൽ 41 വരെ. ഏലീശ ഒന്നും ചോദിച്ചില്ല, എനിക്ക് ഒരു പിടി മാവ് മതി.
അല്ലേ? ഈ കലം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് മരണം വ്യാപരിക്കുന്നുമുണ്ട്. 100 പേർ മരണക്കോലിൽ ഭീതിയോടെ നിൽക്കുന്നു. ഏലീശ പറഞ്ഞു, ഒത്തിരി ഒന്നും വേണ്ട, ഈ ക്ഷാമത്തിന് വിഴുങ്ങുവാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ഒരു പിടി മാവ് ഒന്ന് പുറത്തെടുത്താൽ, ഹല്ലേലൂയ, ഒരാൾ ഇന്ന് രാവിലെ ഒന്ന് തീരുമാനിച്ചാൽ മതി. കുടുംബത്തിൽ നിന്ന് ഒന്നൊന്ന് പുറത്തു വന്നാൽ മതി. ഒരു സഭയിൽ 2 പേരൊന്ന് എഴുന്നേറ്റാൽ മതി. ഈ മേഖലയിൽ 1-2 സഭകൾ ഒന്ന് മുന്നോട്ട് വന്നാട്ടെ. ഈ ദുരുപദേശത്തിന് നേരെ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ദൈവവചന വിരുദ്ധമായ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന അശുദ്ധ ശക്തികളെ തുരത്തുന്ന ഒരഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ഇരട്ടി ആത്മാവിന്റെ പങ്ക് ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാലഘട്ടത്തെ വിവേചിക്കുന്ന പ്രവാചകന്മാരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. കാലഘട്ടത്തെ വിവേചിക്കുന്ന പ്രവാചകന്മാരെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് അത് ഈ തലമുറയിൽ തന്നെ ഉളവെടുക്കട്ടെ. സുവിശേഷം വല്ലാതെ അല്ലിയ കോട്ടി മാറ്റപ്പെട്ടു. പൗലോസ് പറയുന്ന പോലെ മറ്റൊരു യേശു, പിന്നെ മറ്റൊരു സുവിശേഷം, ഇതൊക്കെ ഓരോന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്ക് സമയം വേണമെന്ന് അറിയാം. നിങ്ങളെല്ലാം വചനത്തിൽ നല്ല ഉറപ്പുള്ളവരും വചനത്തിൽ അല്ലിയ നല്ല അറിവുള്ളവരും അതുകൊണ്ട് ഒന്ന് തൊട്ടു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ സുപരിചിതമായ 2 കഥാപാത്രങ്ങളെ കാണാം. വളരെ പരിചയമാണ്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുമേശയുടെ ബന്ധത്തിൽ വായിച്ചതാണ്. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബരബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടു തരണമെന്ന് ചോദിച്ചു. ജനമെല്ലാം കൂടെ ഒറ്റ വാക്കി പറഞ്ഞു, ഒരു സംശയമില്ല, അവർക്ക് ആരെ മതി. ഇനി അതൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലല്ല, 2 പുത്രന്മാരാണ് അവിടെ നിൽക്കുന്നത്. 2 പുത്രന്മാർ. ഒന്ന് ഈ ലോകത്തിന്റെ പുത്രൻ ബർ അബ്ബാസ്. ബർ എന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്നാണ്. അബ്ബ എന്ന് പറഞ്ഞാൽ പിതാവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ബർ യോന ഷീമോൻ എന്നൊക്കെ പറഞ്ഞാൽ യോനയുടെ മകനായ ഷീമോന്. ബർ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് പിതാവിൻ്റെ മകൻ എന്നാണ്. ബർ അബ്ബാസ് നിൽക്കുകയാണ്. പക്ഷെ ഏത് പിതാവിൻ്റെ മകനാണെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. പിശാചിൻ്റെ സകല ദൂർത്തിൻ്റെയും ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ദുർവ്യാധിയുടെ ഒക്കെ തെളിവായി നിൽക്കുന്ന ബർ അബ്ബാസും ഇപ്പുറത്ത് നിൽക്കുന്നത് ബർ അബ്ബായാണ്, പിതാവിൻ്റെ പുത്രനാണ്. പക്ഷെ ലോകം തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് ഇത് മതിയെന്ന്. കൊല്ലും കൊലപാതകവും തണ്ടും മസിലും പെരുപ്പും കൈക്കൂലിയും എന്തും കൊടുക്കാൻ തയ്യാറുള്ള ബർബാസിനെ ഞങ്ങൾക്ക് മതിയെന്ന്. ഇന്ന് രാവിലെ ചോദിക്കുന്നത്, ആത്മാവിൻ്റെ നിയോഗമില്ലെങ്കിൽ കണ്ണു കുരുടായി പോകും. യേശുവിനെ മതിയെന്ന് വിളിച്ചു പറയുന്ന ഒറ്റ ഒരുത്തനും ആൾക്കൂട്ടത്തിൽ ഇല്ലാതെയായി പോയി. ദൈവസഭയ്ക്ക് വേണ്ടത് എന്താണ്? ദൈവസഭയ്ക്ക് വേണ്ടത് ദൈവപുത്രനായ യേശുവിനെ കവിഞ്ഞൊരു സുവിശേഷം നമുക്ക് വേണ്ട. ദൈവകൃപയില്ലാത്ത ഈ മണ്ണിലെ മോഹങ്ങൾ മാത്രം നിങ്ങളിൽ കുത്തി നിറയ്ക്കുന്ന ദുരുപദേഷ്ടന്മാരെ തിരിച്ചറിയുന്ന അകക്കണ്ണ് തുറക്കുവാൻ എനിക്ക് വേണം ആത്മാവിന് ഇരട്ടിപ്പങ്ക്. ഹല്ലേലൂയ. ആത്മാവോർത്തോട് പ്രാർത്ഥിച്ചാട്ടെ. വചനത്തെ കൊട്ടിമാറ്റിച്ച് വചനം വായിച്ചിട്ട് അല്ലയ്യ. പിശാജ് പോലും നല്ല പ്രാസംഗനല്ലേ. നമ്മളൊക്കെ അതിൻ്റെ അടുത്ത് പോലും വരുമോ? പിശാജൊക്കെ യേശുവിൻ്റെ ഇടയ്ക്ക് വന്നൊക്കെ ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ പല്ലി എത്രയും 10-30 വർഷമായിട്ട് പ്രസംഗിക്കുന്നിട്ടും ഇവരെയൊക്കെ കാണുമ്പോൾ മുട്ടിടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിശാജിന് ഒരു പേടിയില്ല. ആരുടെ സുവിശേഷം പറഞ്ഞേ? യേശുവിനോട് എന്തൊക്കെ വാക്യം കോട്ട് ചെയ്താൽ പറഞ്ഞു. നമ്മളും അങ്ങനെയൊക്കെ യേശുവിനെ ചിലപ്പോഴൊക്കെ പഠിപ്പിക്കാറുണ്ട്. കർത്താവേ, മത്തായി 6:6 നിനക്ക് അറിയാലോ എന്നൊക്കെ നമ്മളങ്ങനെ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറില്ലേ? കർത്താവേ, യെശയ്യാവ് 6:27 പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇതൊന്നും. പിന്നെ നമ്മുടെ ചില പ്രാർത്ഥനയൊക്കെ കേട്ടാൽ ഇന്ന് രാവിലെ യേശു മനോരമ പത്രം വായിച്ചില്ലെന്ന് തോന്നും. ഇവിടുത്തെ ന്യൂസെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പിശാച് വന്ന് പറയുകയാണ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ഒരാത്മീയൻ പറയേണ്ടത് എന്താണെന്ന് യേശു പഠിപ്പിച്ചു. ഇറ്റ്സ് ഓൾസോ റിട്ടൺ. ഇങ്ങനെയും എഴുതിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ദുരുപദേശം വ്യാപരിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ഉണ്ടെന്ന് പറയുന്ന വെളിപ്പാടകത്തുണ്ടാകണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. അറ്റം മുറിയും കേട്ടിട്ട് ഓടിപ്പോകുകയല്ല. അല്ലല്ലേ, പ്രസംഗിക്കുന്നതാരാ, പ്രവചിക്കുന്നതാരാ, ദൂത് പറയുന്നതാരാ? അവൻ എന്തൊക്കെ വെളിപ്പെടുത്തിയാലും അവന്റെ അതരത്തിൽ നിന്ന് വരുന്നത് സത്യവചനമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, കലത്തിൽ തിളഞ്ഞു പൊങ്ങുന്നത് മരണമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന് ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിന് ഇരട്ടി പങ്കുള്ള ഒരു ഏലിശ ഒരു പിടി മാവ് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. 2 രാജാ 4:41. പിന്നെ ദൂഷ്യമായത് ഒന്നും കലത്തിലില്ലായിരുന്നു. 2024 സ്വപ്നം കാണാൻ പറ്റുമോ? സകല ദൂഷ്യവും ദൈവസഭയിൽ നിന്ന് പുറത്തു പോകണം.
അശുദ്ധമായ വചനങ്ങളൊക്കെ ദൈവസഭയെ ഹൈജാക്ക് ചെയ്യുന്ന, ദൈവസഭയെ തട്ടിക്കൊണ്ടുപോകുന്ന, ദൈവസഭയെ അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, യൗവനക്കാരെ വശീകരിക്കുന്ന, ദൈവദാസന്മാരെ വശീകരിക്കുന്ന സകല ദുരുപദേശങ്ങളുടെയും അടിത്തറ മാന്തുന്ന വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? എനിക്ക് വേണം ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ബാക്കി നിങ്ങൾ വ്യാഖ്യാനിക്കുക. 2, ഹല്ലേലൂയ, ഏലിയാവിൻ്റെ കാലഘട്ടം കെരീത് വറ്റുന്ന കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. കെരീത് വറ്റിയാൽ നമുക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അടുത്ത സഭയിൽ പോകാം. 3 വർഷമായിട്ട് ഞാൻ ഈ കെരീതിൽ എന്തുവാ ശുശ്രൂഷിക്കുക. ഞാൻ ഒരു സഭയിൽ എൻ്റെ ഫാദർ പാസ്റ്റർ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം. എൻ്റെ പിതാവിൻ്റെ മിടുക്കുകൊണ്ടും സഭക്കാരുടെ മിടുക്കുകൊണ്ടും ഇങ്ങനെ 6 മാസത്തിലൊക്കെ മാറി മാറി പലതും പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ബാക്കി ഇനി ഞാനും വർഷങ്ങളോളം പാസ്റ്ററിലൊക്കെ താമസിച്ച പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു പാസ്റ്റർ വിശ്വാസി ബന്ധമൊക്കെ ഇപ്പോഴൊക്കെ ജയ്യൊക്കെ വിളിക്കും. ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ആ കയ്യെ ഇങ്ങനെ പിടിച്ച കയ്യൊക്കെ ഇങ്ങനെ പിടിക്കും. അത് നമ്മുടെ ഒരു മാനുഷിക സ്വഭാവമാണ്. കാരണം എത്ര സ്നേഹമൊക്കെ നടിച്ചാലും കുറേയൊക്കെ കഴിയുമ്പം അനേകരുടെ സ്നേഹം നിങ്ങളെ ഞാനല്ല പറഞ്ഞത്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. അത് സാധാരണമാണ്. അപ്പോൾ ഏലിയാവിനെ സംബന്ധിച്ച് കെരീതായിരുന്നു സ്വപ്നം. അവിടെ ഇരുന്നാൽ മതി, കാക്ക വരും. ഇനി അതൊന്നും വിശദീകരിക്കും. ഇവിടെ അതൊന്നും അല്ല സംഭവം. കെരീത് പറ്റിയാൽ ഉടനെ ട്രാൻസ്ഫർ ഓർഡർ, സെൻട്രൽ പാസോ ആരും കൊടുക്കട്ടെ, നേരെ എഴുന്നേക്ക് അങ്ങോട്ട് പൊക്കോളുക, സാരേപ്പാത്തില്ല. പക്ഷേ ഏലിശയുടെ കാലം അതല്ല. ട്രാൻസ്ഫർ ചോദിച്ച് വാങ്ങുന്ന കാലമല്ല. നിൽക്കുന്നിടത്ത് കുഴി വെട്ടി വെള്ളം തുറക്കണം. ഹല്ലേലൂയ. ഇവിടെ ആത്മാക്കളില്ലെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സെൻറ്റർ തേടരുത്. ഇവിടെ സുവിശേഷ പ്രവർത്തനം നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോകല്ലേ. പ്രാർത്ഥിച്ച് മുഴങ്കാൽ മടക്കി, വെള്ളമില്ലാത്തിടത്ത്, കാറ്റില്ലാത്തിടത്ത്, മഴയില്ലാത്തിടത്ത്, സാധ്യതയില്ലാത്തിടത്ത് ഇവിടെ ഉറവ തുറക്കുന്ന കാലഘട്ടമാ ഏലിശയുടെ കാലഘട്ടം. അതിനു വേണം ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ ആ സംഭവം പറഞ്ഞതാണ്. മോവാബി രാജാവിനെതിരെ യുദ്ധത്തിൽ യഹോശാഫാത്തും യഹോരാമും ഹല്ലേലൂയ പകച്ചു നിൽക്കുമ്പോൾ, 7 ദിവസമായി വെള്ളമില്ലാതെ നിൽക്കുമ്പോൾ, അതിനകത്ത് ആ കുഴി കുത്താൻ അറിയുന്ന ഒറ്റ ഒരുത്തിനുമില്ല. ആകെ എല്ലാവൻ്റെ കയ്യിലുണ്ട് അമ്പുകൊണ്ട്, വില്ലുകൊണ്ട്, വാളുകൊണ്ട്, എല്ലാം മിടുക്കന്മാരാ. ഇതും രാഗി മുറിച്ചാക്കൊണ്ട് നടക്കുക. ഏലിശ പറഞ്ഞു, ഹല്ലേലൂയ ഇങ്ങോട്ട് വരാൻ പറ എല്ലാവരും. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ ധാരാളം കുഴിക്ക്. അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുന്തം കയ്യിലുള്ളവൻ കുഴിച്ചപ്പോൾ കുഴിക്ക് ആഴം കൂടുതലാണ്. ഹല്ലേലൂയ. അതിൽ അമ്പും കൊണ്ട് കുഴിച്ചാൽ എത്ര കുഴി കുഴിക്കാൻ പറ്റും? കൈ കിട്ടിയ ആയുധം കൊണ്ട് അവർ എന്ത് ചെയ്തു? ഉള്ള കൃപയൊക്കെ മതി, അങ്ങ് കുഴിച്ചു തുടങ്ങിക്കും. സ്ഥലം മാറ്റം വാങ്ങി. ഞാൻ ഇവിടുത്തെ ട്രാൻസ്ഫറിനൊന്നും ഏകദേശമൊന്നുമല്ല പറഞ്ഞത്. അല്ലെ, തലയിൽ കൈവച്ചു മടുത്തു എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ വളർത്തി മടുത്തു. ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, ശുശ്രൂഷിച്ചു മടുത്തു എന്ന് പറയാതെ അവിടെ ഒരു കുഴി വെട്ടണമെങ്കിൽ ഇരട്ടി ആത്മാവിൻ്റെ പങ്കു വേണം. അതാ ഏലിശ പറയുന്നത്, ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിന്റിംഗ്. ഇവിടെ കുഴിക്കുന്ന കുഴിയിൽ സാധ്യതയില്ലാത്തിടത്ത് ഞാൻ കാണുന്ന മഴ, ഉയരത്തിൽ നിന്ന് വരുന്ന മഴ, ഞാൻ കാണുന്ന കാറ്റ്, ഉയരത്തിൽ നിന്ന് വരുന്ന കാറ്റ്. പക്ഷെ സഹോദര സഹോദരി, ഇരട്ടി ആത്മാവുള്ള നിന്റെ അകത്തറിയാം, ഉയരത്തിൽ നിന്ന് മലലിയ അവിടുന്നും ഇവിടുന്നും വരാതെ നീ നിൽക്കിടത്തു നിന്ന് ഉറവ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഉള്ള വെളിപ്പാട് പ്രാപിക്കണമെങ്കിൽ എനിക്ക് വേണം ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് നീ മനം മടുത്തെങ്കിൽ അവനിൽ നിന്ന് രാവിലെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. വരണ്ടുപോയ നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഒരു ഉറവ പുറപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. വലങ്കൈ വരണ്ട ചില വലങ്കൈകളെ ഇന്ന് രാവിലെ നിവർത്തുവാൻ കഴിവുള്ളവൻ നിന്റെ മേൽ മഞ്ഞുപോലെ പെയ്തിറങ്ങിയ ശുശ്രൂഷയിൽ വരണ്ടുപോയ ചിലർ ഈ 2024 കുഴികൾ വെട്ടുന്നതും ആ കുഴികൾ നിറയുന്നതും ജനം കുടിക്കുന്നതും ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയബൽ ആത്മാക്കൾ സഭയിൽ നിറയപ്പെടട്ടെ. ദൈവദാസന്മാരുടെ ആദരത്തിൽ മഴ പെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആദി ഒഴുകുന്ന പോലെ ദൂതുകൾ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. കലമാൻ പേടയ്ക്ക് തുല്യമായ കാലുകളോലെ പർവ്വത നിരകളിലേക്ക് ഓടിപ്പോകുന്ന ഭക്തന്മാർ ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. എൻ്റെ സാഹചര്യത്തിൻ്റെ പടി പറഞ്ഞ് സാധ്യതകളില്ലാത്തിടത്ത് ഇത് മരുഭൂമിയാണെന്നും നേരം വൈകിയെന്നും അഞ്ചപ്പം കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ഓർത്ത് ഞങ്ങളിവിടെ പകച്ചു നിൽക്കാതെ തമ്പുരാൻ്റെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില വർഷങ്ങളാണ് ഈ 2024. ഇതാണ് നിങ്ങൾക്കുള്ള പുതുവത്സര സന്ദേശം. എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. എൻ്റെ പരിമിതികളെ പൊട്ടിച്ചെറിയുന്ന ഒരു ദൈവകൃപയുടെ അളവറ്റ വലിപ്പം, മനുഷ്യൻ വരച്ച വരകൾക്കപ്പുറത്ത് കുതിച്ചു പായുന്ന ഒരു ദൈവകൃപയുടെ അളവറ്റ ജ്വലനം ഇന്ന് രാവിലെ അതിനെനിക്ക് വേണം. ഈ കാലഘട്ടം പ്രത്യേക കാലഘട്ടമായ ഏലിയാവിന്റെ കാലഘട്ടമല്ല. ഈ 2024 ഈ വിശേഷ കാലഘട്ടത്തിൽ എനിക്കും വേണം ആത്മാവിന്റെ ഒരു പുതുക്കം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞ ദൂതും ഇന്നലെ പറഞ്ഞ വെളിപ്പാടും കൊണ്ട് തൃപ്തിപ്പെടാതെ, ഇന്നലെ പറഞ്ഞ അനുഭവസാക്ഷ്യം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ളവർക്ക് മുഷിപ്പുളവാക്കാതെ, അതൊക്കെ വേണം. അകത്ത മുറിയിൽ സ്തോത്രം ചെയ്തോ ഒരു പുതുക്കത്തിന് വേണ്ടി 2024 പ്രാർത്ഥിച്ചോണം. എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. എത്ര പേര് കരമൊന്ന് ഉയർത്തി പറയും, എനിക്ക് വേണം ഒരാത്മാവിൻ്റെ ഇരട്ടി പങ്ക്, എനിക്ക് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ ആകമാനം ഒരു അടിപൊളി മാറ്റം ദൈവം തരാൻ പോകുകയാണ്. 3, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ കാലം അമ്മയും മോനും ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല, പട്ടിണി അല്ല, ഉപവാസം ഇരിക്കത്തില്ല. മോനോട് പറഞ്ഞു, അമ്മച്ചിയുടെ കയ്യിൽ ആകെ ഒരു തവി മാവേ ഉള്ളു, ഇത് തരും, നിന്നെയും കൊല്ലും, ഞാനും ചാവും. കാരണം നിന്നെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ഏലിയാവിൻ്റെ കാലഘട്ടം അങ്ങനെ. അതും നമ്മൾ നേരത്തെ ഇന്നലെ ചിന്തിച്ചതാണ്. ഈ മാവൊന്ന് വർദ്ധിച്ചാലും തുരുത്തിയിൽ എണ്ണയൊന്ന് വർദ്ധിച്ചാൽ ആ പ്രശ്നം അങ്ങ് തീരെ. പട്ടിണിയുടെ കാലഘട്ടം എന്നേ ഉള്ളൂ ഏലിയാവിൻ്റെ കാലഘട്ടം. പിന്നെ മനസ്സ് മടുത്തുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ആർക്കെങ്കിലും മനസ്സന്തോഷമുള്ളവർ എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ ആരും ആത്മഹത്യയൊന്നും ചെയ്യാറില്ല. നിരാശ വരുമ്പോൾ, അത് എത്ര പണം ഉണ്ടെങ്കിലും എത്ര പദവി ഉണ്ടെങ്കിലും നിരാശ അകത്ത് കയറിയാൽ എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യും. ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ളത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പെന്തിക്കോസുകാരുടെ ഇടയിലാണ്. എന്താ കാരണം? നമുക്കങ്ങ് ഭയങ്കര സന്തോഷമില്ലയോ? ഹല്ലേലൂയ. അതിനൊരു സ്തോത്രം പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. എന്തൊരു സന്തോഷമല്ലേ നമ്മുടെ ഉള്ളിലൊരു ദൈവം തന്നിരിക്കുന്ന ആ ദിവ്യ സമാധാനം. ഇന്നലെ രാത്രി ദൈവദാസൻ പറഞ്ഞ കണക്ക്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആരുടെ സമാധാനമാണ്? അതൊക്കെ വ്യാഖ്യാനിക്കണം എന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നട്ടുച്ചയ്ക്ക് വയറും പൊരിയുന്നു, നല്ല ചൂടുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സമാധാനം, അത് ക്രൂശിലോട്ട് നോക്കിയാൽ മതി. അവൻ നമ്മുടെ സമാധാനം. കയ്യിൽ ആണി കയറുമ്പോൾ സമാധാനം, തലയിൽ മുൾക്കിരീടം വെക്കുമ്പോൾ സമാധാനം, തച്ചൻ്റെ മകനെന്ന് വിളിച്ചാൽ സമാധാനം, മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ സമാധാനം, ബെയോൾസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞാൽ സമാധാനം. എന്ത് ആക്ഷേപം പറഞ്ഞാലും എന്താ? സമാധാനം. യേശു പറയും, ഇത് ഞാൻ അങ്ങോട്ട് തരാൻ പോവുകയാണെന്ന്. ആ ശിഷ്യന്മാർ അത് അങ്ങോട്ട് കൈനീട്ടി അങ്ങോട്ട് വാങ്ങിച്ചു വന്നു. എന്തൊരു രസമാണെന്നറിയാം. അവർക്ക് ഒരു പ്രാവശ്യം, ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പ്രാവശ്യം പോലും തലതല്ലിക്കരയുന്ന ഒരു അപ്പോസ്തലനെ ഞാൻ കണ്ടിട്ടില്ല. പരാതി പറയുന്ന ഒരു അഭിഷക്തനെ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു അഭിഷക്തനെ കണ്ടിട്ടില്ല. വ്യവഹാരത്തിന് വേണ്ടി കോടതി വരാന്ത കയറി ഇറങ്ങുന്ന ഒരു പത്രോസിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ? ഉള്ളിൽ സമാധാനമുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തണം, ഉള്ളിൽ എന്തോ ഇല്ല. പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ സമാധാനം, ജീവിതത്തിൽ എന്തോ ഇല്ല. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. ഇവിടെ അമ്മയും മകനും ആത്മഹത്യ ചെയ്യുന്ന കാലം. ഒരു മുറി അപ്പത്തിൻ്റെ 2 വശവും കടിച്ചു തിന്നിട്ട് മരിക്കാമെന്ന് പറഞ്ഞ് കൊതിച്ചിരിക്കുമ്പോഴാണ് ഏലിയ അവിടെ ചെല്ലുന്നതും വർധനമുണ്ടായി. വീട്ടുകാർ മുഴുവനാണ്. അവിടെ ഒരു വാക്യമൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ വീട്ടുകാരെല്ലാം മടങ്ങി വന്നു. പക്ഷേ ഏലിശയുടെ കാലം നമുക്ക് നോക്കാം. ഈ പുള്ളി എന്തിനാ എനിക്ക് ഇരട്ടി ആത്മാവ് വേണമെന്ന് പറഞ്ഞത്? ഇവിടെ കടഭാരം മാറ്റി മക്കളെ വിദേശത്തയച്ച് പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് കടം വീട്ടുന്ന കാലമല്ല ഏലിയാശയുടെ കാലം. 2 രാജ 6:28. 2 രാജ 6:28 എടുത്തവരുണ്ട്, വേഗം വായിക്കും. രാജാവ് പിന്നെയും അവളോട്, നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഇസ്രായേൽ രാജാവ് മതിലിന് മുകളിൽ കൂടെ ക്ഷാമത്തിന്റെ പെരുപ്പത്തിന്റെ സമയത്ത് മതിലിന് മുകളിൽ കൂടെ നടക്കുന്ന ഒരു സമയത്ത് 2 സ്ത്രീകൾ കടന്നുള്ള നിലവിളിക്കുകയാണ്. ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം. ആരെയാ? മകനെ തിന്നാം. നാളെ എന്റെ മകനെ തിന്നാം. നമ്മുടെ മകനെ. അത്രേ ഉള്ളു. ഏശിയുടെ കാലം സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് തലമുറയോടുള്ള സ്നേഹം കുറഞ്ഞു. നീ എൻ്റെ ആത്മീയ ഭാഷയിൽ വ്യാഖ്യാനിക്കാം. സ്നേഹിച്ചവർ ഒടുക്കുന്ന കാലമാ ഏലിശയുടെ കാലം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിലാണേലും സഭയിലാണേലും നാട്ടിലാണേലും ജോലിയിലാണേലും കൂടെ നടന്നവർ, സ്നേഹിച്ചവർ, കൈകൊടുത്തവർ, ഒരു അപ്പത്തിന് അവകാശികളായവർ, ആലിംഗനം ചെയ്തവർ, മുഖത്തോട് മുഖം വീർപ്പിച്ച് കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ഒന്നിനെ, ഇനിയും പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുന്ന കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടിക്കൃപ വേണം. ഇന്നലത്തെ മൂളിപ്പാട്ടും ഇന്നലത്തെ കയ്യടിയും ഇന്നലത്തെ സ്തോത്രവും ഇന്നലത്തെ പ്രസംഗം കൊണ്ട് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ പുറത്തു വരുവാൻ കഴിയത്തില്ല. അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ, ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്ന തലമുറ, ദ്രവ്യാഗ്രഹമുള്ള തലമുറ, വമ്പു പറയുന്ന തലമുറ, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ കെടുത്തുന്ന തലമുറ. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് വേണം ആത്മാവിന്റെ ഇരട്ടിക്കൃപ. മാതാപിതാക്കൾ മക്കളെ പുഴുങ്ങി തിന്നുമോ? നമ്മൾ വായിക്കുന്ന പേപ്പറിലെ വാർത്തകൾ അതല്ലേ. സ്വന്തം മാതാപിതാക്കൾ അല്ലളിയ തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക്, ജഡിക ഇച്ഛകൾക്ക് വേണ്ടി എത്രയോ തലമുറകളെ നിഷ്കരണം കൊന്നൊടുക്കുന്നു, എത്രയോ സഹോദരങ്ങളെ കുത്തിമലർത്തുന്നു, എത്രയോ സഭകൾ അടിച്ചു പിരിയുന്നു. എന്താ കാരണം? നിസ്സാര കാര്യം.
പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഇന്നയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇന്നയാൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആകെ പ്രശ്നമായി. എന്താ കാരണമെന്ന് കൃപ ചോർന്നു പോയത് അറിഞ്ഞില്ല. ഈ കാലഘട്ടത്തിൽ ഏലിയാവിൻ്റെ കൃപ പോരാ, ഇവിടെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി പ്രാപിക്കണം. 2024 ക്രൂസൈഡും കൺവെൻഷനും മെഗാ ക്രൂസൈഡും വലിയ ക്രൂസൈഡും ഒക്കെ നല്ലതാണ്. കാത്തിരിപ്പ് യോഗങ്ങൾ സഭയിൽ മുടങ്ങിയതിൻ്റെ തത്രപ്പാടും തട്ടുകേടുമാ ദൈവസഭ അനുഭവിക്കുന്നത്. ദൈവദാസന്മാരെ, നിങ്ങളുടെ കൂട്ടു സഹോദര നിലയിൽ കർത്താവിൽ ഉത്സാഹിപ്പിക്കുന്നു. പണ്ടത്തെ പോലൊരു കാത്തിരിപ്പ് യോഗം, പണ്ടത്തെ പോലൊരു ബൈബിൾ സ്റ്റഡികളൊക്കെ ആലയത്തിൽ മടങ്ങി വരട്ടെ. നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലേ, ഞാനും ഇതിൻ്റെ ഭാഗമല്ലേ. നമുക്ക് ഒത്തിരി അല്ലല്ലേ നല്ല പ്രോഗ്രാം, ആരെയും പിണക്കണ്ട, നന്ദിയും വന്ദനം ഒക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല. പക്ഷെ കാത്തിരിപ്പ് യോഗം, ഹല്ലേലൂയ, കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് വന്നിട്ട് 11:30 പോകുന്നതല്ല ഈ പറഞ്ഞു വരുന്നത്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളിരിക്കുന്ന ഭാതാക്കളുണ്ടായിരുന്നു. കണ്ണുനീരിൽ കുതിർന്ന പാകൾ പാഴ്സനേജുകളിലും ആലയത്തിലും ഉണ്ടായിരുന്നു. കിടക്കകളെ രാത്രിയാമങ്ങൾ എഴുന്നേറ്റ് നനയ്ക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഒരശുദ്ധനോ അഗ്രചർമ്മിയോ ആലയത്തിന്റെ പടിവാതിൽ ചവിട്ടുവാൻ ഭയപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. യഹോവ ഇവിടെ ഉണ്ട് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് മറ്റുള്ളവർ ആലയത്തിൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ എന്തിനാ വരുന്നത്? നമ്മളെ പിടിച്ചു മാറ്റാനാ. പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് എന്തിനാ? പിടിച്ചു മാറ്റാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭരണാധികാരികൾക്കായി സ്തോത്രം. നല്ല പോലീസ് ഇതല്ല, നമ്മുടെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കാൻ കൊള്ളാം, പക്ഷെ നമ്മളെ നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൂത സഞ്ജയം എനിക്ക് കാവലായി തന്നു എന്ന് പ്രഭാതത്തിൽ പാടിയിട്ട് വന്നിട്ട് ദൂതൻ പടിക്ക് പുറത്തും ഇവിടുത്തെ ന്യായാധിപർ അകത്തും കയറുന്ന ഗതികേടിലേക്ക് സഭയെ വലിച്ചിഴക്കാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ. ഞങ്ങൾക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടിക്കൃപ, ഞങ്ങൾക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടിക്കൃപയെന്ന്. ആത്മാവിൻ്റെ കൃപ ചോർന്നു പോകുന്നിടത്താ ജഡം ഉയരുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കൂ, എന്നാൽ ജഡത്തിൻ്റെ ഇച്ഛ നിങ്ങളിൽ നിവർത്തിക്കുകയില്ല. എവിടെ പരിശുദ്ധാത്മാവ് സൈഡ് ലൈൻ ഓർ സൈലൻസ്ഡ്, അവിടെ ജഡം ഉയരാൻ തുടങ്ങിയത്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ട് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വർഷമാണ് 2024. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്ക് വേണം. മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലഘട്ടം, അന്യോന്യം ഒടുക്കിക്കളയുകയാണ്, വിരോധം തീർക്കുകയാണ്, എഴുതി തീർക്കുക, പറഞ്ഞു തീർക്കുക, പ്രസംഗിച്ച് തീർക്കുക. പക്ഷെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മേശ കഴിഞ്ഞു പോയല്ലോ, എന്നാലും ഹൃദയത്തിൻ്റെ ഭാഷ ചോദിക്കുക. ഒരു കുറ്റബോധമില്ലാതെ നമുക്കിത് എടുക്കാൻ പറ്റിയെങ്കിൽ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ പോലും നീതിമാനാകത്തില്ലെന്ന് വചനം പറയുന്നിടത്താ. കുറ്റബോധമില്ലാതെ കർത്താവിൻ്റെ മേശ എടുക്കുവാനും കുറ്റബോധമില്ലാതെ കൈയടിക്കുവാനും മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം എത്രയോ പേർ കല്ലിട്ടിട്ട് യേശുവിൻ്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ മനസ്സാക്ഷിയുടെ ആക്ഷേപം ഉള്ളപ്പോഴും കയ്യിലെ കല്ല് താഴെയിടാതെ അന്യനെ വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. പ്രൈസ് ദി ലോർഡ്. 3-4 പ്രൈസ് ദി ലോർഡ്. 4-3 ആയിക്കൊള്ളട്ടെ. ഏലിയാവിൻ്റെ കാലം യോർദാൻ ഒന്ന് മുറിച്ചാൽ മതി, ഒരു പുതപ്പെടുത്തിട്ട് ഒറ്റയടി യോർദാൻ 2ആയിട്ട് മുറിഞ്ഞു മാറി. സംഭവം വാക്യമൊക്കെ നിങ്ങൾക്കറിയാം. അക്കരെ കടന്നാൽ മതി. എൻ്റെ കൂടെ ഒരു യൗവനക്കാർ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് വല്ല വിധേനയും അക്കരെ ഒന്ന് കയറണം. ഇതൊക്കെ ഉള്ളായിരുന്നു, നമുക്കും ഇതൊക്കെ ഉള്ളതായിരുന്നു. വല്ല വിധേന അക്കരയ്ക്ക് പോകണം, സഭയിലൊന്ന് പോകണം, ആരാധിക്കണം. കർത്താവ് തന്ന വഴികൾക്കായി സ്തോത്രം. തുറന്ന വഴികളൊക്കെ കണ്ട് സന്തോഷിച്ചു. പക്ഷേ ഏലിശ അറിഞ്ഞില്ല. അച്ചായലൂടെ ഇക്കരെ കയറി കഴിഞ്ഞപ്പോൾ യോർദാൻ അങ്ങ് എന്ത് ചെയ്തു? മൂടിപ്പോയി. ഇനി തിരിച്ചു പോകുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് ഇവിടെ വരെയൊക്കെ വന്ന കേട്ടോ. അപ്പച്ചൻ കൈപിടിക്കാനുണ്ടായിരുന്നു. പിതാക്കന്മാർ രാത്രി, സാക്ഷ്യം പറയുന്ന മക്കളെയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാല് നനഞ്ഞപ്പോൾ ഞാൻ നോക്കി, എന്താ? അമ്മച്ചിയുടെ കണ്ണുനീര്. നീ എന്തോ ചെയ്യുന്നത്? ടിവിയുടെ മുമ്പിൽ 12 വരെ. ഹല്ലേലൂയ. നിന്റെ അമ്മച്ചിയുടെ കണ്ണുനീര് നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. യോർദാൻ അടഞ്ഞ കാര്യം നീ അറിഞ്ഞില്ല. ഹല്ലേലൂയ. വഴി തുറന്നെങ്കിൽ ആ വഴി അടയുന്ന വിധം ഉണ്ടെന്ന്. അത് തിരിച്ചു തുറക്കണമെങ്കിൽ ഇരട്ടിക്കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ വാതിലടഞ്ഞെങ്കിൽ കേരളത്തിന്റെ കരയിൽ പൊട്ടിമുളർച്ച ആത്മീയ വിപ്ലവം, ആത്മീയ ഉണർവ് വളയാർ ചെക്ക് പോസ്റ്റ് കിടന്ന് കർണാടകയിലും ഹല്ലേലൂയ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയുടെ അങ്ങേയറ്റം വരെ. കഴിഞ്ഞ മാസം ഞാൻ നവാപൂർ കൺവെൻഷൻ 1.5 ലക്ഷം ആൾക്കാർ കൂടുന്ന കൺവെൻഷനിൽ ഹല്ലേലൂയ അടുക്കോടെ ചിട്ടയോടെ തറയിലിരിക്കുന്ന ആദിവാസികളായ പ്രിയപ്പെട്ടവരുടെ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടാണ് ഞാൻ പോയിട്ട് മടങ്ങി വന്നത്. വളരെ ആവേശം. ആ ഒരു ജില്ല മുഴുവൻ യേശുവിൻ്റെ വകയാണ്. ഹല്ലേലൂയ.
എന്താ കാരണം? ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഒരു ദേശത്ത് വ്യാപരിച്ചാൽ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത് പിതാക്കന്മാർ വില കൊടുത്തത് കൊണ്ടാണെന്ന് തൻ്റെ ഇടത്തോടെ പറയണം. പറഞ്ഞത് ആവർത്തിക്കുന്നു. ഇനിയും യോർദാൻ ഒഴുകുന്നുണ്ട്, ഒന്നല്ല പല യോർദാൻ ഒഴുകുന്നുണ്ട്. കുത്തൊഴുകുന്ന യോർദാൻ തിരിച്ചു മുറിക്കണമെങ്കിൽ എനിക്ക് വേണം ആത്മാവിൻ്റെ കൃപ. ഏലിയാവിൻ്റെ കാലത്ത് യോർദാനിൽ ഒറ്റ ശുശ്രൂഷയുള്ളായിരുന്നു. എന്താ അത്? സ്പ്ലിറ്റ് ദ യോർദാൻ. യോർദാൻ ഒന്ന് മുറിക്കുക. ഏലിശയുടെ കാലത്ത് 3 ശുശ്രൂഷ യോർദാനിൽ ചെയ്യണം. ഇന്നലത്തെ പാട്ടും സിയോൻ ഗീതാവലിയും കൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. സ്തോത്രമല്ലിയ. ഏലിശയുടെ കാലത്ത് 3 മിനിസ്ട്രിയാ യോർദാനിലുള്ളത്. 1, യോർദാൻ മുറിക്കണം, വഴി തുറക്കണം. 2, ഇന്നലെ നാം കേട്ടതുപോലെ നയമാൻ്റെ കുഷ്ഠങ്ങൾ എന്ത് ചെയ്യണം? ക്രുദ്ധിച്ചു നിൽക്കുന്ന തൻ്റെടിയായ ഹല്ലേലൂയ ചിലരുടെയൊക്കെ കുഷ്ഠം, അകത്തേയും പുറത്തേയും കുഷ്ഠം മാറണമെങ്കിൽ ഇരട്ടി കൃപയുള്ളവനെ പറ്റത്തുള്ളൂ. നയമാൻ പറഞ്ഞ് ഇവൻ കൈയാട്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? കൈയാട്ടിയും തൂവാല വീശിയൊക്കെ സൗഖ്യമാക്കുന്ന കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി മുഖത്ത് നോക്കി ദൂത് പറഞ്ഞിട്ട് മുങ്ങടാന്ന് പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തി അവനെ സൗഖ്യമാക്കണം. കൊണപ്പെടുക എന്ന് പറയുന്നവരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. കൈയാട്ടിയും തൂവാല വീശിയും അല്ല ഉണർവ് നടത്തേണ്ടത്. ഹല്ലേലൂയ. കോട്ടൂരി വലിച്ചെറിഞ്ഞല്ല ഉണർവ് നടത്തേണ്ടത്. അടിവേര് കണ്ടിച്ച് മാനസാന്തരത്തിന്റെ ദൂത് കൊടുത്ത് ജനത്തെ പാപത്തിന്റെ കുട്ടത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന അഭിഷിക്തന്മാരെ ഈ കാലഘട്ടത്തിന് വേണം. അതിനു വേണം എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3, ഇപ്പൊ പിടി മാത്രമേ ഉള്ളൂ. കോടാലി ഊരി വെള്ളത്തിൽ പോയി. ആരാ? IPC അങ്ങനെ ഒരു പിടിയുള്ളു. പ്രൈസ് ദി ലോർഡ്. ആരാ? അസംബ്ലീസ് കൂടെ ഒരു പിടി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വെട്ടുന്ന ഭാഗം എന്തിയാ? എങ്ങോട്ടാ പോയി? ഹല്ലേലൂയ. ചതഞ്ഞ് 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 കിടക്കുക, മുറിയുന്നില്ല. കാരണം മൂർച്ചയുള്ളതൊക്കെ മുനയുള്ളതൊക്കെ വെള്ളത്തിൽ പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നുണ്ടോ മൂർച്ച വചനത്തിന്? ഇന്നെല്ലാം ചക്കരവാക്കും മുഖസ്തുതിയും തേനും ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയൊക്കെ പറഞ്ഞ് കഥാകഥനമൊക്കെ നടത്തി എന്തോ ഒരു നല്ല പ്രസംഗമായിരുന്നു. ഹല്ലേലൂയ. എന്തേ മൂർച്ചയുള്ള വശം? പാട്ടിന് മൂർച്ചയുണ്ടോ? പ്രസംഗത്തിന് മൂർച്ചയുണ്ടോ? ഒരാളൊരു കാര്യം പറഞ്ഞാൽ പ്രൈസ്തടല്ലിയ. ഞാൻ IPCയിലല്ല ജനിച്ചു വളർന്നതെങ്കിലും ഇന്നിപ്പോൾ IPCയുടെ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ഭാഗവും തന്നെ. അതുകൊണ്ട് അഭിമാനമുണ്ട്. പിന്നെ ടി.ജു മച്ചാൻ്റെ കാര്യമൊക്കെ ഉണ്ട്. എബ്രഹാം മച്ചാൻ്റെ സുഹൃത്താണ്, കേട്ടിട്ടുണ്ട്. ടി.ജു മച്ചാനൊക്കെ ഒരു വാക്ക് പറഞ്ഞ ആൾക്കാർ പേടിച്ചു പോകുന്ന പറയുന്നത്. ഇന്നലെ ഞങ്ങൾ രാത്രി ഒരിടത്ത് നിന്ന് സംസാരിച്ചത്. അവരൊക്കെ ഒരു വാക്ക് ഇരിക്കാൻ പറഞ്ഞാൽ പേടിച്ചു പോകുമായിരുന്നു. ബാക്കി അതിനോട് ചേർത്ത് പറഞ്ഞ പദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഭയപ്പെട്ടു പോകുമായിരുന്നു. നമ്മളാരെങ്കിലും പറഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പറഞ്ഞാട്ട് തിരിച്ചു ചോദിക്കും. എന്താ കാരണം? കൃപയില്ല. വെള്ളഷട്ടും പാൻറ്റും ഹല്ലേലൂയ വട്ടക്കഴുത്തും മുട്ടത്തലയൊക്കെ ഉള്ളു. റൈസ്തോളിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ഷേവൊക്കെ വെച്ച് കുമ്പളങ്ങ പോലെ ഞങ്ങൾ മുഖം വെച്ചിട്ടേ ഉള്ളു. ദൈവജനത്തിന് ദൈവദാസന്മാരെ ബഹുമാനമില്ല. കാരണം എന്താ? പിടി മാത്രമേ ഉള്ളൂ, മൂർച്ചയില്ലെന്ന്. നഷ്ടപ്പെട്ട മൂർച്ചയുള്ള ആയുധങ്ങൾ മടക്കി ലഭിക്കുവാൻ ഇരട്ടി ആത്മാവിന്റെ പങ്കുള്ളവൻ ഒരു കമ്പ് എറിഞ്ഞാൽ യോർദാന്റെ ചെളിക്കുണ്ടിലാണ് പോയ മൂർച്ചയുള്ള മുനയുള്ള സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാവിലെ മടങ്ങി വരട്ടെ. കാലഘട്ടത്തിന്റെ പ്രവാചകന്മാർ, യൗവനക്കാർ, നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ തിളക്കം, നഷ്ടപ്പെട്ട തേജസ്, നഷ്ടപ്പെട്ട ശുശ്രൂഷ, നഷ്ടപ്പെട്ട കീറി മുറിക്കുന്ന പ്രവചനം ഇന്ന് രാവിലെ മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനൊക്കെ ഹല്ലേലൂയ. വൈക്കത്തൊരു മാത്യു പാസ്റ്റർ ഹല്ലേലൂയ, വാര്യാപന യോനാച്ചാൻ ഹല്ലേലൂയ, ദൈവസഭയിലെ ഹല്ലേലൂയ, നമ്മുടെ കലവര അന്നമ്മ പ്രവാചകി ഹല്ലേലൂയ, ഞാനും പാസ്റ്റർ മോറിസ് ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, കർത്താവിൻ്റെ ദാസൻ്റെ സഹോദരൻ. ഇവരൊക്കെ ഹല്ലേലൂയ കാണുമ്പോഴേ മുട്ടിടിക്കുമായിരുന്നു സഭയിൽ വന്നു കഴിഞ്ഞാൽ. കാരണം 8 വയസ്സുള്ളപ്പോഴും പേടിയാ വല്ല കുറ്റമൊക്കെ വിളിച്ചു പറയുമെന്ന്. ഒന്നും ചെയ്തിട്ടല്ല, ആകെ ഒരു പെനസിലിൻ്റെ മുനയെ ഒടിച്ചതും സ്ലേറ്റ് പൊട്ടിച്ചതൊക്കെയാണ് നമ്മുടെ പാപം. എന്നാലും പേടി. ഇതൊക്കെ ക്ലീറ്റസ് പാസ്റ്റർ അങ്ങനെ അല്ലായിരുന്നോ? ഇന്നോ പ്രവാചകം വന്നാൽ ആദ്യമേ മുന്നിൽ പോയിരിക്കും. 3-ാം മാസം 8-ാം തീയതി എന്ത് നടക്കുമെന്ന് അറിയാൻ വേണ്ടി. ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ അവിടെ തന്നെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രവാചക നിന്നോട് ചോദിക്കുന്നത്, വെളിപ്പാട് പറഞ്ഞാൽ നീ 2028 ദൂത് പറഞ്ഞാൽ നീ ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, അതുവരെ കർത്താവ് വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഡേറ്റ് പറയുന്ന പ്രവാചകനോട്, ഫോറൻസിക് സർജനോട് പറയുന്നു, നീ കൊടുക്കുന്ന സന്ദേശം അതുവരെ കർത്താവ് വരത്തില്ലെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു ഇന്ന് കർത്താവ് വരുമെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് എന്തും നടന്നോട്ടെന്നേ, ദൈവം അങ്ങ് തന്നോളൂന്നേ. പക്ഷെ നമുക്ക് ഡേറ്റ് പറഞ്ഞും മാസം കുറിച്ചൊന്നും അല്ല കണക്കറിയേണ്ടത്. എനിക്കറിയേണ്ടത് അക്കരെ നാടിനെ തടയുന്ന വ്യസനത്തിനുള്ള മാർഗം വല്ലതും
എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ മൂർച്ചയുള്ള പ്രാർത്ഥന, മുനയുള്ള പ്രാർത്ഥന, ഉറക്കം വെടിഞ്ഞുള്ള ശുശ്രൂഷ ഇന്ന് പകൽ യോർദാന്റെ അടിത്തട്ടിലെ ചെളിക്കുണ്ടിൽ കിടക്കുന്നെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുവാൻ എനിക്ക് വേണം ആത്മാവിന്റെ ഇരട്ടി കൃപ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? Every cutting edge which I lost in the past years, every sharpened edge, I need to restore it with anointing of the Holy Spirit. ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ നിറവിൽ എനിക്ക് കൈമോശം വന്ന എൻ്റെ പ്രസംഗം, കൈമോശം വന്ന എൻ്റെ പാട്ട്, കൈമോശം വന്ന എൻ്റെ ഉപവാസം, കൈമോശം വന്ന എൻ്റെ പ്രവചനം, കൈമോശം വന്ന എൻ്റെ ആത്മാവിൻ്റെ പുതുക്കം, എൻ്റെ മൂർച്ചയുള്ള മുനയുണ്ടായിരുന്ന ആത്മീയം ഇന്ന് രാവിലെ മടങ്ങി വരട്ടെ. എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടി കൃപ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലരോടൊക്കെ ഇടപെടുകയാണ്. നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് തിരിച്ചു തരുവാൻ, നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക്, സഭയിലേക്ക് അത് മടക്കി തരുവാൻ അത്യുന്നതൻ വിശ്വസ്തന. നിലവിളിച്ചു പറയൂ, ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് അനോയിന്റിംഗ്. പണ്ടത്തെ പോലെ നമുക്ക് പാടണ്ടേ? സമയബന്ധിതമല്ലാത്തൊരു ആരാധന നടത്തണ്ടേ? സഭാഹോളുകൾക്കകത്തല്ലിയ ഞരക്കവും അല്ലിയ ഞെരുക്കവും ഇല്ലാത്ത വിശാലത ഉണ്ടാകണ്ടേ? ജനറൽ ബോഡിയിൽ കാണിക്കുന്ന ഈ ആവേശത്തിൻ്റെ 4 മടങ്ങ് സഭാഹോളിൽ നമുക്ക് കാണിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ തിരഞ്ഞെടുക്കണം, ഇവനെ കാണിച്ചു തരണമെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ കാണണമെന്ന് പറയുന്ന ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണ്ടേ? ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിന്റിംഗ്. കരുത്തന്മാരെ, ദൈവദാസന്മാർ, വചനം മാറ്റമില്ലാതെ പറയുന്ന അഭിഷിക്തന്മാരോട് ഇരിക്കുന്നത് ഒരിക്കൽ കൂടെ പറയട്ടെ, നമുക്കൊന്നും കൂടെ മൂർച്ച കൂട്ടാം. ലെറ്റ് us sharpen our spiritual weapons. ആത്മീയ ആയുധങ്ങൾക്ക് വിശ്വാസത്തിന് മൂർച്ച കുറഞ്ഞെങ്കിൽ, രക്ഷയുടെ ശിരസ്ത്രത്തിന് മൂർച്ച കുറഞ്ഞെങ്കിൽ, അല്ല നീതിയുടെ കവചത്തിന്റെ മൂർച്ച കുറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ട ആയുധങ്ങളുടെ തിളക്കം അത് ഏത് ചെളിക്കുണ്ടി കിടന്നാലും തിരിച്ചെടുക്കുന്ന ഒരു ആത്മാവിന്റെ ഇരട്ടി കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിർത്തുക. സ്തോത്രം. എലിയാവിൻ്റെ കാലം ഒരു വീട്ടിലെ പാത്രം നിറഞ്ഞാൽ മതി. അതെല്ലാം ആവർത്തിക്കുന്നത് ദൂത് പറയാൻ വേണ്ടിയാണ്. സാരേഫാത്തിലെ വിധവയുടെ വീട്ടിലെ പ്രശ്നം ആർക്ക് തീർത്താൽ മതി? ഏലിയാവിൻ്റെ കാലത്ത് ഒരു വീട്ടിലെ പാത്രം, ഒരു വീട്ടിലെ എണ്ണ. പക്ഷേ ഏലീശയുടെ കാലം അതല്ല, ഒരു നാട്ടിലെ പ്രശ്നം തീർക്കണം. 2 രാജ 4-ാം അധ്യായം, 2 രാജ 7-ാം അധ്യായമൊക്കെ വരുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമാണ് ആ സംഭവം പറയാൻ. നിങ്ങൾക്കറിയാം, ഒരു വിധവയും അല്ലെങ്കിൽ ഏലീശയുടെ ദാസനായിരുന്ന വല്ല പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി, ദാസി മക്കൾ വന്നിരിക്കുക. അവിടുത്തെ പ്രശ്നം, മക്കളെ ആര് കൊണ്ടുപോകും? ഉറക്കെ പറഞ്ഞാട്ടോ, കടക്കാർ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ച് അല്ലല്ലേ. ഇനി അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കണമെന്നുണ്ട്. പാസ്റ്റർമാർ ദയവ് ചെയ്ത് കടം വാങ്ങരുത്. കാരണം എപ്പോഴാണ് ചാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭാര്യ മക്കളെ എന്താക്കരുത്? ഭാര്യമാരും അങ്ങനെ തന്നെ ദൈവദാസന്മാർക്ക് കടം വരുത്തുന്ന ചിലവൊന്നും ചെയ്യരുത്. ഇതൊന്നും ബൈബിൾ ക്ലാസ് അല്ല. എന്തെങ്കിലും ഒരു പ്രാവശ്യം ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പറയാം. ഇത് വിടട്ടെ. അങ്ങനെ ഇപ്പോൾ കടക്കാർ മക്കളെ കൊണ്ടുവന്ന് നിൽക്കുക. അവർ വീടിൻ്റെ വാതിക്ക് 2 കടക്കാർ നിൽപ്പുണ്ട്. വീടിൻ്റെ അവിടെ ഞാനൊരു ബോർഡ് കാണുക. എൻ്റെ ഭാഷയാണ്. ഇനി നാളെ ചെന്നിട്ട് ഉപദേശം വരുന്നതെന്ന് പറഞ്ഞത് ഹൗസ് ഫോർ സെയിൽ എന്നാണ്. വീട് എന്താ? വിൽപ്പനയ്ക്ക്. വീട് വിൽപ്പനയ്ക്ക്. റിയൽ എസ്റ്റേറ്റിൻ്റെ കാലമാണല്ലോ. എല്ലാവർക്കും കേൾക്കുന്ന ഒരു സന്തോഷം. ഈ വീട് വിറ്റിട്ടായാലും എന്ത് ചെയ്യണം? കടം വീട്ടണം. പിള്ളേരിപ്പം അപ്പം നാട്ടുകാർ മുഴുവൻ 2 സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ 2 പിള്ളേർ, 2 ആൺപിള്ളേരാ കൈ പിടിച്ചോണ്ട് എന്ത് ചെയ്യും? ആര് കൊണ്ടുപോകും? കടക്കാർ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക. വീട് വിൽപ്പനയ്ക്കും 2 പിള്ളേരെ ചങ്ങലയിട്ട് ആര് കൊണ്ടുപോകും? ശത്രു കൊണ്ടുപോകും. ഇവിടെ ഇരട്ടി അഭിഷേകമുള്ളവർ അങ്ങ് പ്രത്യക്ഷപ്പെട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഈ അമ്മാമ ഓടിച്ചെന്ന് ഇരട്ടി അഭിഷേകമുള്ളവരോട് പറഞ്ഞു, അല്ലല്ല ഇങ്ങനെ പ്രശ്നം എന്ന്. പുള്ളി പറഞ്ഞു, അതിനെന്താ വീട്ടിലോട്ട് തന്നെ പോകാൻ പറഞ്ഞു. എവിടെ പ്രശ്നം? അങ്ങോട്ട് തന്നെ പോകാം. അടുത്ത വീട്ടിൽ പോകല. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോകും. പിള്ളേരെ കൂടെ വിളിച്ച് മുറിക്കത്തോട്ട് കയറുന്നേ. ഇതല്ലയോ നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ മുഴങ്കാലം കൊണ്ട് മടക്കിയാട്ടെന്ന്. അല്ലല്ലേ. പിന്നെ നാട്ടിലൊക്കെ പോയി പാത്രം വാങ്ങിച്ചോട്ടെ. അതൊക്കെ വിശദീകരിക്കേണ്ട നമുക്കറിയാം. അല്ലേ, ഏത് വീട്ടിൽ പോയാലും കടമാണേലും എന്ത് കിട്ടും? ഇവിടെ നമ്മളെ പെന്തക്കോസ്തുകാർ ഓടിച്ചിട്ടടിക്കും. പാത്രം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്ത് ധൈര്യത്തിന് ഇവിടെ കൊടുത്തല്ലേ? ആൾക്കാർ അവിടെ പാട്ടും പ്രാർത്ഥനയും കേൾക്കാൻ അറിയുള്ളൂ. തട്ടിപ്പുകാരിയല്ലെന്ന്. അകത്ത് വന്നിരുന്നു, പാത്രം നിറഞ്ഞു. ഇനി ഞാൻ പറയുന്ന സംഭവം ഓർത്താൽ മതി. ഇരട്ടി അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരു ബോർഡ് വീടിൻ്റെ വാതിക്ക്, ഓയിൽ ഫോർ സെയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വീട് വിൽപ്പനയ്ക്ക് തുച്ഛമായ വിലയ്ക്ക് വാങ്ങാം. 2 പിള്ളേരെ ചങ്ങലയിട്ട് വലിച്ചോണ്ട് പോകും.
പക്ഷെ 2 മണിക്കൂർ, എൻ്റെ ഭാഷ പറയാം, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എണ്ണ ചുമന്നു കൊണ്ടുപോകുന്ന 2 മക്കൾ പുറത്തേക്ക്. എന്നാൽ രാവിലെ നീ ആത്മാവിൽ ദൂത് കേട്ടുകൊള്ളുക. ദൈവദാസ, ദൈവദാസി, നിന്റെ തലമുറ പരിശുദ്ധാത്മാവ് ചുമക്കുന്നവരായി മാറാൻ പോകുകയാണ്. പിടിച്ചു കൊണ്ടുപോകും, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ്, വിലങ്ങിടും, കൂച്ചു വിലങ്ങിടുമെന്ന് പറഞ്ഞ് സ്വഭാവ വൈകൃഷ്ടമുണ്ടാക്കി പിടിച്ചു കെട്ടിയ ചിലതിനെ ഇന്ന് പകൽ ആത്മനിറവോടെ എണ്ണ ചുമക്കുന്ന, അഭിഷേകം കൊണ്ട് നടക്കുന്ന ചില തലമുറകളെ ഇന്ന് രാവിലെ ആത്മാവ് കാണിക്കുന്നു. ഏറ്റെടുത്ത് എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? ഇരട്ടി അഭിഷേകത്തിനായി കൊതിക്കൂ. നിന്റെ വീട്ടിൽ ബന്ധനമല്ല, നിന്റെ വീട്ടിൽ എണ്ണയുടെ കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. അല്പസമയം നാം കർത്താവിനെ സ്തുതിക്കുന്ന പകല. എനിക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. തലമുറകളെ ഹല്ലേലൂയ വലിച്ചിഴച്ചു കൊണ്ട് പോകുമെന്ന് പറയുന്നിടത്ത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, അങ്ങ് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് തെളിവായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. യോബ് ഒരിക്കൽ പറഞ്ഞതാ, ഞാൻ ആകാശത്തിലേക്ക് നോക്കുന്നു, ഇപ്പോൾ തെളിവായിട്ടൊന്നും കാണുന്നില്ല. എവിടെ നോക്കിയാലും ഇരുണ്ട് മൂടിയ കാർമേഘമാണ്. ഞാനിവിടെ ഓട്ട് കഷ്ണം കൊണ്ട് ചുരുണ്ടിയിരിക്കുന്നു. പക്ഷേ ഏലിയാവ് തന്നെ വീണ്ടും ഏറ്റു പറയുന്നു, ഒരു കാറ്റ് കടന്നു വരും, ഒരു കിഴക്കൻ കാറ്റ് കടന്നു വരും. ഇന്നത്തെ കാർമേഘങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് മാറിപ്പോകും. മറഞ്ഞു നിൽക്കുന്ന സൂര്യൻ വീണ്ടും വെളിപ്പെടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇരട്ടി അഭിഷേകമുള്ള അഭിഷിക്ത, ഇരട്ടി അഭിഷേകം കൊതിക്കുന്ന അഭിഷിക്തേ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, നീ എണ്ണ ചുമക്കേണ്ടവൾ, നീ കെട്ടപ്പെട്ടു പോകേണ്ടവളല്ല. ദൈവദാസ, നീ ഇവിടെ നിന്ന് വെറും കൈയോടെ ഇറങ്ങേണ്ടവനല്ല. എണ്ണ ചുമക്കുന്ന തലമുറകളെ ദൈവസഭയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. PYPക്കാരെ, സൺഡേ സ്കൂളുകാരെ, നിങ്ങളെ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. അഭിഷേകം കൊണ്ട് നടക്കുന്ന more than the program, more than the things that you are arranging, you need to come down and ask and cry to the Lord, fill us with the double portion of the anointing. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്ക് വേണം. അങ്ങനെ കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ആരും മുന്നോട്ടൊന്നും വരണ്ട. ചിൽഡ്രൻ അല്ലേ, നിങ്ങൾക്കെല്ലാം മലയാളം മനസ്സിലാകുമല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരു ആത്മാവിന് ഇരട്ടി ശക്തി വേണം. മോർ ദാൻ മൈ മമ്മി ഓർ ഡാഡി പ്രേഡ്, വി നീഡ് ദ അനോയിൻറ്റിങ് ഞങ്ങൾക്ക് വേണമെന്ന്. എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. 12 വർഷം ചിൽഡ്രൻ മിനിസ്ട്രി ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. നിങ്ങളെ കാണുന്ന എനിക്ക് സന്തോഷമോ? ഹല്ലേലൂയ. ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഡു യു വാണ്ട് ദ ഡബിൾ പോർഷൻ ഓഫ് ദ 90? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ക്യാൻ യു റൈസ് ഫോർ എ മൊമെന്റ്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എനിക്കറിയത്തില്ല, 400 സഭയിൽ ഒരു 4000 കുഞ്ഞുങ്ങളെങ്കിലും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്കൊരു 200ഓളം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ സഭയിൽ. അവരെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷം, ആവേശം. ഹല്ലേലൂയ. നാളെ എണ്ണ ചുമക്കുന്നവരായി നിൽക്കുന്നതെന്ന്, റെപ്രസെൻറ്റിങ് ഓൾ ദ 400 ചർച്ചസ് ഇൻ കൊട്ടാരക്കര റീജിയൻ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ എണ്ണ ചുമക്കുന്നവരായി മാറണം. അഭിഷേകം ചുമക്കണം. ഇറ്റിറ്റ് വീഴുന്ന 2 തുള്ളി പോലുള്ള എണ്ണയുടെ ഒഴുക്കല്ല, ഇനിയും പാത്രം കൊണ്ടുവാ എന്ന് പറയുന്നത് രീതിയിലുള്ള അഭിഷേകം കൊണ്ട് നടക്കുന്ന തലമുറകളായി കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരെ ഇവർ മാറണമെങ്കിൽ നിങ്ങൾ ഇരട്ടി പങ്ക് പ്രാപിച്ച് പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. ഒരുമിച്ച് ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിന്നാണ് എല്ലാം ഒന്ന് മറന്നിട്ട്. എനിക്ക് തന്ന സമയത്തിൻ്റെ 10 മിനിറ്റ് നേരത്തെ നിർത്തുകയാണ്. എന്നാലും സമയം പോയി. നമ്മൾ ഒരുമിച്ച് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥനാ വിഷയം ഇതാ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തണം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇഫ് യു ക്യാൻ ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കാമെങ്കിൽ കണ്ണുകൾ അടച്ചോ. നിറഞ്ഞ ഹൃദയത്തോടും തകർന്ന മനസ്സോടും കൂടെ പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാവിലെ എനിക്ക് വേണം കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ നിറവ്. ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, എനിക്ക് പുതിയൊരു അഭിഷേകം വേണം. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ ആദരത്തിൽ അല്ല, ലെറ്റ് ദ വേർഡ് ബി പ്ലെൻറ്റി ഇൻ മൈ മൗത്ത്. വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഇന്ന് രാവിലെ എനിക്ക് വേണം. ദർശനം കാണുന്നുണ്ട്, എവിടെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അതൊന്ന് ആളിക്കത്തട്ടെ. 100 പേര് ഊതിക്കെടുത്തിയേക്കാം. സഹോദരി സഹോദര, നീ ഭാരപ്പെടല്ലേ. ദൈവം കത്തിച്ച തിരിയാണെങ്കിൽ ഏറിയ വെള്ളങ്ങൾക്ക് അത് കെടുത്താൻ കഴിയത്തില്ല. എല്ലാവരും അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചോ. ഞങ്ങൾക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ഞങ്ങൾക്ക് വേണം ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. അതിൽ കുറഞ്ഞ് ഞങ്ങൾക്കൊന്നും വേണ്ട ഈ വർഷം. ഞങ്ങളുടെ ആഘോഷത്തെക്കാൾ, ഞങ്ങളുടെ ആഡംബരത്തെക്കാൾ, ഞങ്ങളുടെ അറിവിനേക്കാൾ ഞങ്ങൾക്ക് വേണം അഭിഷേകം. അല്ല, കരമുയർത്തിയോ കരമടിച്ചോ എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചോ. Hallelujah. Let the Holy Spirit minister to you.
Each and everyone be anointed and saturated with the power of the Holy Spirit. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലരുടെ മേൽ അസാധാരണ മഴയായി പെയ്തിറങ്ങി. കൈക്കും കാലിനുമൊക്കെ അസാധാരണ കരുത്ത്, കണ്ണുകൾക്ക് തിളക്കം, അതരത്തിന് ശക്തി, ചെവികൾക്ക് ശക്തി, ഹൃദയത്തിന് പുതുബലം, ആത്മാവിന് തിളക്കം കൊടുക്കുന്ന പകലായി മാറട്ടെ.